कमलनयना वासुदेवा पाण्डुरङ्गा पाहि मां कमलनयना वासुदेवा पाण्डुरङ्गा पाहि मां पद्मनयना पद्मचरणा पद्मनाभा पाहि मां पद्मनयना पद्मनाभा पाहि मां कमलनयना वासुदेवा पाण्डुरङ्गा पाहि मां कमलन वासुदेवा पाण्डुरङ्गा पाहि मां पद्मनयना पद्मचरणा पद्मनाभा पाहि मां पद्मनाभा पाहि मां सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമത്തിൽ സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഖദ സുഹൃത് സുവ്രത എന്ന ഒരു പേര്. സുവ്രതൻ പറഞ്ഞാൽ നല്ല വ്രതമുള്ള ആളാണ്. ഭഗവാന്റെ വ്രതം എന്താണ് ചോദിച്ചാൽ, നമ്മളൊക്കെ ഭഗവാനെ പ്രാപിക്കാൻ ചതുർത്ഥി വ്രതം, ഷഷ്ഠി വ്രതം, ഏകാശി വ്രതം, ശിവരാത്രി വ്രതം, പ്രദോഷ വ്രതം ഇതൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ ഭഗവാനുക്ക് വ്രതം എന്താണെന്ന് ഇവിടെ ആദിശങ്കരാചാര്യൻ പറയുന്നു. സകൃദേവ പ്രപന്നായ തവാസ്മീതി ച യാചത്തെ അഭയം സർവഭൂതേഭ്യോ ദദാം ഏതത് വ്രതം മമ. സകൃദേവ പ്രപന്നായ രാമ, ഞാൻ നിൻ്റെ ദാസൻ എന്ന് ഒരു പ്രാവശ്യം ഭഗവാനെ ശരണം പ്രാപിച്ചാൽ മതി. രാമാന്ന് പറഞ്ഞാൽ മതി. പിന്നെ രാമ, ഞാൻ നിൻ്റെ ദാസൻ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. അമ്മയെ വിളിച്ചാൽ എന്താ അർത്ഥം? അമ്മയെ പറഞ്ഞാൽ മതി. അമ്മയെ പറഞ്ഞാൽ അർത്ഥം അമ്മയാണ്, അമ്മയുടെ കുട്ടിയാണ്. അമ്മയെ, ഞാൻ നിൻ്റെ കുട്ടിയാണ്, എന്നെ വേണ്ട വിധത്തിൽ നോക്കണം, ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല. അമ്മേന് പറഞ്ഞാൽ മതി, അമ്മയ്ക്ക് വേണ്ടത് അമ്മേന് പറഞ്ഞാൽ മതി, കുട്ടിക്ക് വേണ്ടത് അമ്മ ചെയ്തോളും. അതേപോലെയാണ് രാമ, കൃഷ്ണ, അമ്മേ, ഇങ്ങനെ ഭഗവാന്റെ ഒരു നാമം ജപിച്ചാൽ മതി, അവരെ ഞാൻ രക്ഷിച്ചോളാം. ഇതാണ് ഭഗവാന്റെ വ്രതം. അതേപോലെ കൃഷ്ണാവതാരത്തിലും ഭഗവാൻ പറയുന്നു, തസ്മാൻ മത്സരണം ഗോഷ്ഠം മന്നാഥം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രത ആഹിത. ഇത് എൻ്റെ വ്രതം എന്നാണ് പറയുന്നു. അങ്ങനെ ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ ഉള്ള വ്രതമാണ് കയ്യിൽ വച്ചിരിക്കുന്നു. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ നാമജപം എന്നാണ് ഇവിടെ മഹാത്മാക്കൾ എടുത്ത് പറയുന്നു. നാമജപം മാത്രം ചെയ്താൽ പോരാ, പിന്നെ നാമ അപരാധം ചെയ്യാൻ പാടില്ലേ, അതുകൂടി പറയുന്നു. പഞ്ചസാര അല്ലെങ്കിൽ പാല് മധുരം ഉള്ളതാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മധുരം നമ്മൾ കൂട്ടിയിടും. അതാ കാരണം കുറച്ചുകൂടി മധുരം ആവട്ടെ. ഒറിജിനൽ പശുവിൻ്റെ പാല് നല്ല മധുരം തന്നെയാണ്. ഇപ്പോൾ തീറ്റയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് എന്തായി, അത് ഉപ്പായി പോയി. ചിലപ്പോൾ അത് ഉപ്പില്ല, മധുരമാണ്. ഇപ്പോഴത്തെ പശുവിൻ്റെ പാൽ കുടിച്ചാൽ ചിലപ്പോൾ ഉപ്പിൻ്റെ സ്വാദാണ് ഞാൻ അനുഭവപ്പെടുന്നു. അത് മര്യാദയ്ക്ക് പുല്ലുമൊക്കെ കഴിച്ചിട്ട് വരുന്ന ആ പശുവിൻ്റെ പാല് മാധുര്യമുള്ളതാണ്. അത് അങ്ങനെ കുടിച്ചാൽ മതി. ചിലപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി മധുരം ഉണ്ടാവട്ടെ വിചാരിച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കും. പക്ഷേ മഞ്ചപ്പിത്തമുള്ള ആൾക്ക് എന്താവും, പാല് കയ്പുണ്ടാവും. ഇന്ന് എത്ര പാല് സ്വാദില്ല പറയും. അപ്പോൾ പാലിൻ്റെ ദോഷമില്ല, മഞ്ചപ്പിത്തം ഈ ആളുടെ ദോഷമാണ്. അതുപോലെ നാമം ജപിക്കുമ്പോൾ നമുക്ക് മുക്തി കിട്ടേണ്ടതാണ്. പക്ഷേ എന്തായി, നമുക്ക് ഈ സംസാരമാകുന്ന വ്യാധി മഞ്ചപ്പിത്തം ഉള്ളത് കൊണ്ടാണ് ഇത് നാമത്തിൻ്റെ സ്വാദ് നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ ആവുന്നു. അതിന് എന്ത് പ്രായശ്ചിത്തം ചോദിച്ചാൽ അതിനും നാമം തന്നെ ജപിക്കണം. നാരായണാവെന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിൻ ഉണർച്ചവരും ഏറ്റവും അന്ത്യകാലേ. ഭഗവാന്റെ പാദങ്ങൾ, ഗോവിന്ദപാദം തെളിഞ്ഞ് കാണാം എന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. നാരായണാവെന്ന് സദാ ജപിച്ചാൽ പാപം കെടും. അത് നമുക്ക് എങ്ങനെ കെടും മനസ്സിലാവില്ല, പക്ഷേ അത് പോവും, ഭക്തന്മാരുടെ അനുഭവം. പശി കെടും, പശി ഇല്ലാതാവും. നമ്മളൊക്കെ നാമം കൂടുതൽ ജപിച്ചാൽ, നാരായണ നാരായണ ജപിച്ചാൽ പിന്നെ പശി ഉണ്ടാവും നമുക്കൊക്കെ.
എന്താ കാരണം? നമുക്ക് അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടില്ലേ? നാമസിദ്ധന്മാർക്ക് അത് മതി. നമുക്കൊക്കെ പശു ഉണ്ടാവും. നാരായണാവിൻ്റെ സദാചരിത്താൽ പാപം കെടും, പശുകെടും, വ്യസനങ്ങൾ തീരും. നാവിനുണർച്ചവറും ഏറ്റവും അന്ത്യകാലേ. ഇതാണ് പ്രധാനം. നമ്മുടെ അന്ത്യസമയത്തിൽ നാരായണ ജപിക്കാൻ തോന്നും. ശരിക്കും നാരായണ ജപിച്ചിട്ടില്ലേ അജാമിലൻ? അന്ത്യസമയത്തിൽ നമ്മൾ ജപിക്കുന്നത് നാരായണ ഇങ്ങനെ വിളിച്ചിട്ടില്ലേ? ഇങ്ങനെയോ അന്ത്യസമയത്തിൽ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? എന്തോ പറഞ്ഞു. പക്ഷേ ഭഗവാൻ തൻ്റെ നാമം ജപിച്ചതായി കണക്കാക്കി രക്ഷിച്ചു. നാവിൻ ഉണർച്ചവറും ഏറ്റവും അന്ത്യകാലേ. ഭഗവാന്റെ പാദങ്ങൾ അന്ത്യസമയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് എന്ത് ചെയ്യണം? ഇപ്പോൾ നാമം ജപിച്ചാൽ മതി എന്നാണ് ഇവിടെ വരാഹപുരാണത്തിൽ ഭഗവാൻ പറയുന്നു. സ്ഥിതേ മനസ്സി സുസ്വസ്ഥേ ശരീരേ സതി യോനരഹ. നമ്മൾക്ക് ശരീരത്തിൽ ആരോഗ്യമുള്ള സമയത്ത് ക്ഷേത്രത്തിൽ വന്ന് തൊഴുത്, കണ്ണിൻ്റെ ആരോഗ്യമുള്ള സമയത്ത് ഭാഗവതം വായിച്ച്, അതേപോലെ നാവിന് നല്ല ആരോഗ്യമുള്ള സമയത്ത് നാമം ജപിച്ച്, കാലിന് ശക്തിയുള്ള സമയത്ത് ക്ഷേത്ര പ്രദക്ഷിണം വച്ച്, കയ്യിൽ ശക്തിയുള്ള സമയത്ത് ഭഗവാൻക്ക് മാല കെട്ടി സമർപ്പിച്ച്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്ത്യസമയത്തിൽ നമ്മൾ കട്ടയെ പോലെ കാഷ്ടപാഷാണ സമീപം, ഒരു കട്ടയെ പോലെയാണ്, കല്ല് പോലെയാണ് നമ്മൾ നിൽക്കും. അപ്പോൾ ഭഗവാൻ പറയുന്നു, അഹം സ്മരാമി മദ്ഭക്തം. ആരോഗ്യമുള്ള സമയത്ത് എന്നെ ഭജിച്ചവരെ അന്ത്യസമയത്തിൽ ഞാൻ ആ ഭക്തരെ സ്മരിച്ചോളാം. എനിക്ക് വേണ്ടി അമ്പലത്തിൽ വന്ന ആളല്ലേ, രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് സപ്താഹത്തിൽ വന്ന് നാമം ജപിച്ചില്ലേ? നോക്കി ഭഗവാൻ നമ്മുടെ അന്ത്യസമയത്തിൽ നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ട അനുഗ്രഹം ചെയ്യും എന്നാണ് ഇവിടെ വരാഹ ഭഗവാൻ പറയുന്നു. ആ വരാഹ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ നിർത്താം. ജയ് ബോലോ യജ്ഞവരാഹ ഭഗവാൻ കി ജയ്. ജയ് ബോലോ ശ്വേതവരാഹ ഭഗവാൻ കി ജയ്. ജയ് ബോലോ ഭൂവരാഹ മൂർത്തി കി ജയ്.